അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും ജോലി സ്ഥലവുമാണ് വൈറ്റ് ഹൗസ്. 1800 ശേഷം യുഎസിന്റെ ദേശീയ തലസ്ഥാനം ഫിലോഡൽഫിയയിൽ നിന്നും വാഷിംഗ്ടൺ DC-യിലേക്ക് മാറ്റിയതിനു ശേഷം എല്ലാ പ്രസിഡന്റുമാരും താമസിക്കുന്നത് വൈറ്റ് ഹൗസിലാണ്. വെള്ള നിറത്തിൽ ആയതിനാൽ വൈറ്റ് ഹൗസ് എന്ന് വിളിക്കുകയും പിന്നീട് ഔദ്യോഗിക നാമമായി മാറുകയും ചെയ്തു. 1812 മുതൽ നടന്ന അമേരിക്കൻ ബ്രിട്ടൻ യുദ്ധത്തിന്റെ ഭാഗമായി 1814 ബ്രിട്ടീഷ് സൈന്യം വൈറ്റ് ഹൗസ് പൂർണ്ണമായും തകർത്ത് കത്തിച്ചു കളഞ്ഞു. പിന്നീട് 1817 പഴയ അതേ ഡിസൈനിൽ ചെറിയ മോഡിഫിക്കേഷനോടുകൂടി വൈറ്റ് ഹൗസ് പുനർനിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവും അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഇടവും ആയതിനാൽ വൻ സെക്യൂരിറ്റിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഇതിൻ്റെ കോമ്പൗണ്ടിൽ കയറുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. US സിറ്റിസൺ ആണെങ്കിൽ വൈറ്റ് ഹൗസ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ അവരുടെ മെമ്പർ ഓഫ് കോൺഗ്രസ് വഴി അപ്ലൈ ചെയ്യാം. അതും മിനിമം 21 ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലൈ ചെയ്തിടണം. കനത്ത ചെക്കിങ്ങിനു ശേഷം വളരെ ലിമിറ്റഡായി മാത്രമേ ഈ പാസ് ലഭിക്കുകയുള്ളൂ. US സിറ്റിസൺ അല്ലാത്തവർക്ക് ഇതും സാധ്യമല്ല. എന്നുവച്ചാൽ സാധാരണ ജനങ്ങൾക്ക് വൈറ്റ് ഹൗസ് കാണാൻ കഴിയുന്നത് 3.3 മീറ്റർ ഹൈറ്റിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഫെൻസിനപ്പുറത്തു നിന്നാണ്. വൈറ്റ് ഹൗസിൽ 3 ഭാഗങ്ങളാണുള്ളത്: റെസിഡൻസ്, ഈസ്റ്റ് വിങ്, പിന്നെ വെസ്റ്റ് വിങ്. വൈറ്റ് ഹൗസിൻ്റെ അവസാന ഭാഗമാണ് വെസ്റ്റ് വിങ്. ഇവിടെയാണ് പ്രസിഡന്റിൻ്റെയും സ്റ്റാഫിൻ്റെയും ഓഫീസ് ഉള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ 2 ഫ്ലോറുകളാണ് കാണുക. പക്ഷേ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലോർ അടിയിൽ കാണാൻ കഴിയും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇതാണ് എൻട്രൻസ്. ഇത് ലോബി. ഇവിടെ സീക്രട്ട് സർവീസിൻ്റെ ഒരു ലാർജ് ഏരിയ ഉണ്ട്. ഇതാണ് സിറ്റുവേഷൻ റൂം. ലോകത്ത് എവിടെയുള്ള ആംഡ് ഫോഴ്സിനെയും പ്രസിഡന്റിനെ ഇവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. വെസ്റ്റ് വിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ റെസിഡൻസ് ഏരിയയുമായി ചേർന്ന് നിൽക്കുന്നു. ഇതാണ് പ്രസ് കോർപ്സ് ഓഫീസ്. ഇത് പ്രസ് ബ്രീഫിംഗ് റൂം. ഈ റൂമാണ് നമ്മൾ മിക്കപ്പോഴും TV-യിൽ കാണുന്നത്. ഇതാണ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ക്യാബിനറ്റ് റൂം. ഇതാണ് US പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഓവൽ ഓഫീസ്. ബാക്കിയുള്ള റൂമുകളെല്ലാം പ്രസിഡന്റിൻ്റെ മറ്റ് സ്റ്റാഫുകളുടെ റൂമുകളാണ്. ഇതാണ് വെസ്റ്റ് വിങ്ങിൻ്റെ മെയിൻ എൻട്രൻസ്. വെസ്റ്റ് വിങ്ങിന് സെക്കൻഡ് ഫ്ലോർ കൂടിയുണ്ട്. ഈ ഫ്ലോറിൽ പ്രസിഡന്റിനെ സഹായിക്കുന്ന മറ്റ് സ്റ്റാഫുകളുടെ ഓഫീസുകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജീവിക്കുന്ന വൈറ്റ് ഹൗസിൽ ടോട്ടൽ 132 റൂമുകളും 35 ബാത്റൂമുകളുമുണ്ട്.